ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരാളെ പരിചയപ്പെടുത്തി തരാം. നോക്കിക്കേ, ഇതാണ് എന്റെ വല്യമ്മ. വല്യമ്മ ഇന്ന് നമുക്കൊരു കളിയാണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. വല്യമ്മ, ഈ കളിയുടെ പേരെന്താ? ഈ കളിയുടെ പേര് കുടുക്കുകളി എന്നാണ്. ഒന്ന് കളിച്ചു നോക്കാം. വല്യമ്മ ഫസ്റ്റ് ഞാൻ പറയാം. ഫസ്റ്റ് വല്യമ്മ പറയൂ, ഞാൻ വരയ്ക്കാം. അയ്യോ, ഒന്ന് നിന്ന് എവിടേക്ക് വരയ്ക്കണം? അയ്യോ, ചോദിച്ചു പോയി. ഇനി 3-ൽ നിന്ന് വല്യമ്മ 14-ലേക്ക് വരച്ചേ. വല്യമ്മ വരച്ചു. ഇനി വല്യമ്മ എന്നോട് പറയും. 17. ഇനി ഞാൻ പറയട്ടെ വല്യമ്മനോട്. വല്യമ്മ 6-ലേക്ക് വരച്ചു. 6. ഓക്കേ, അടുത്ത എന്നോട് പറയാം. 10. 10-ലേക്ക്. പോയോ എന്നിട്ട് പറയും. 20. അത് വരല്ലോ, അത് പെണ്ണല്ലേ. 4. അടുത്ത എന്നോട്. 8-ലേക്കോ? പൊളിക്കാണ്ട് അവൻ ഇവിടെ തോന്നുന്നു. ഇതിപ്പോ എങ്ങനെ കിച്ചന്റെ ഉള്ളിലേക്ക് എങ്ങനെ കേക്കിന്റെ ഉള്ളിലേക്ക്? ഇതിപ്പോ എന്താ? എട്ടിലേക്കാ പറഞ്ഞത്. ഞാൻ എന്തൊക്കെയോ സാരി. 8 ഇവിടെ ആയിരുന്നു. അല്ല, ഇത് പിന്നീട് ഞാൻ എത്തിക്കും. കുഴപ്പമില്ല, ഇവിടെ നോക്കി നോക്കട്ടെ. ഇതിലേക്ക് കണ്ടു കുഞ്ഞിപ്പോയി. ഇല്ല, ഞാൻ എത്തിക്കും. എന്നോട് കളിക്കണ്ട. പറയൂ. 1-ലേക്ക്. 1 കഴിഞ്ഞതാ? 1 കഴിഞ്ഞു. എന്നാ 16-ലേക്ക്. ഞാൻ കൊടുക്കുന്നൊന്ന് രക്ഷപ്പെട്ട. അപ്പൊ കൊണ്ടുപോയി ഇത്ര എന്നോട് വരയ്ക്കാൻ ഇല്ലായിരുന്നു. ഞാൻ നല്ലവണ്ണം കുടിച്ചാക്കി പോയി. പക്ഷേ
ആ തെറ്റി വല്യമ്മ വല്യമ്മന്റെ ലൈൻ ടച്ചായി. കുഞ്ഞേ കളി കഴിഞ്ഞ് ഇതാ ഇങ്ങനെ അടുത്താണ് ഇങ്ങനെ ആക്കി ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ 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 ഇതെങ്ങനെ കൊടുക്കുന്നു കളി പൊട്ടിപ്പോയി കളി കഴിഞ്ഞു. ഈ കളി ഞാനാണ് ജയിച്ചത്. വല്യമ്മ പറഞ്ഞു തന്നിട്ടും നിങ്ങൾക്ക് ഈ കളി മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും കളിക്കണേ. പിന്നൊരു കാര്യം, നിങ്ങളെങ്ങനെ നേരത്തെ വരച്ച ലൈനിൽ ഇങ്ങനെ തട്ടിപ്പോയോ ആണെങ്കിൽ അപ്പൊ നിങ്ങൾ തട്ടിക്കാണ്ടാണ് പോകുന്നെങ്കിൽ നിങ്ങൾ ജയിക്കും. ഇത് നോക്കിക്കേ, നിങ്ങൾ ഇനിയും ഇത്രയും നമുക്ക് നമ്പേഴ്സ് ബാലൻസ് ഉണ്ട്. പക്ഷെ ഇതിലൊന്നും എത്തിക്കാൻ പറ്റില്ല. നമ്മൾ ആ സമയമാകുമ്പോഴേക്ക് നമ്മൾ കുടുങ്ങിപ്പോയി. ഇതുകൊണ്ടാണ് ഈ കളിക്ക് കുടുക്ക് കളി എന്ന് പേര് വന്നത് അല്ലേ? ഈ വല്യമ്മയുടെ കയ്യില് ഒരുപാട് കളികളുണ്ട്. നമുക്ക് ഈ കളിയിൽ നിന്ന് ഒരു കളിയും കൂടെ എടുക്കാം. വല്യമ്മ, അടുത്ത കളി ഏതാ? ഇതുപോലെ ഒരു ചിത്രം വരയ്ക്കുക. എന്നിട്ട് ഇതിൽ 2 പേർക്കാണ് ഇതിൻ്റെ കളി. അപ്പം ഇതിൽ നേർക്ക് നേരെ ഒരുപാട് നറുക്കിടുന്നത് രണ്ടാളും 2 നറുക്കിടും. അപ്പോൾ നേർക്ക് നേരെ ആയാലും ഒരു ജയിച്ചു, അല്ലാത്ത തെറ്റിപ്പോയാൽ ഒരു കിട്ടും. ഇതാണ് ഈ കളിയുടെ ചുരുക്കം. എന്നാ നമുക്ക് ഈ കളി ഫസ്റ്റ് ഞാൻ കളിക്കാം. ഞാൻ എടുക്കുന്ന ചിഹ്നം ക്രോസ് ചിഹ്നാണ്. ഇത് നോക്കിക്കേ. ഞാനെടുക്കുന്ന ചിഹ്നം ശരിയാണ് വലിയ പാത്ത് വരാത്ത കോടി അതില്ല വേറെ കളിയുണ്ട്. പാത്ത് ഞാൻ ജയിച്ചു. ഈ കളിയിൽ ഞാൻ തന്നെ കൂട്ടുകാരെ നോക്കിക്ക. ഞാൻ തന്നെ വീണ്ടും ജയിച്ചു. വലിയ മെയിൻ ജുവാനെ കളിക്കുന്നു. നോക്കാം ആരാ ജയിക്കുക എന്നാ. ഇതിൽ ഏതെങ്കിലും ഒന്നിലുണ്ടാവും. ഏതെങ്കിലും ഒന്നില്. ആ ആ ഞാനൊന്നുമില്ലാന്നേ. പറഞ്ഞു ഈ കളിയിൽ വല്യമ്മയാണ് ജയിച്ചത്. നേരത്തെ കളിയിൽ ഞാനായിരുന്നു ജയിച്ചത്. പക്ഷേ ഈ കളിയിൽ വല്യമ്മയാണ് ജയിച്ചത്. വീണ്ടും ഒരാൾ ഇനി നമുക്ക് വല്യമ്മൊരു പാട്ട് പാടിത്തരും. പണ്ട് നബീന്റെ കഥയാണ് പാടുന്നത്. നബീന്റെ കഥയാണ് പാടുന്നത്. വല്യമ്മ നാദിയായുള്ളേ പരേനിൽ ഭക്തിയോടനന്ത കോടി വന്നനങ്ങളേറ്റിടും കരുണയേറിടും ഗുരുവരൻ തന്റെ കരയിലാദരായി കരുതിയും കൊണ്ടു മഹാമനസ്കനാം നബീതങ്ങൾ തന്റെ മഹാചരിത്രത്തെ ചുരുക്കി ചൊല്ലുവാൻ രസമെങ്കിലും ഉറഞ്ഞൊന്നു ചൊല്ലുവാൻ വരെ മറിയുവാൻ ദുരിതനാശൻ പരേത സത്വരം സുഖിച്ചു ഞാൻ നബീതങ്ങൾ തന്റെ മഹാചരിത്രത്തെ ചുരുക്കി ചൊല്ലുവാൻ ഗീതനാസനം പര്യസാദരം ഗുരുതരെ നമസ്കരിച്ചിരുന്നു ഞാൻ. അറേബ്യ രാജ്യത്തിൽ വിശുദ്ധ മക്കയിൽ ഖുറൈശി ഗോത്രത്തിൽ ഹസിൻ കുടുംബത്തിൽ റബീഉൽ അവ്വലിൽ തീയതി 12 നബീതങ്ങൾ അവതരിച്ചിതു.
ക്രിസ്താബ്ദം 571 ഏകാംശരിയാം തീയതിയിലല്ലോ നീയുടെ പിതാവ് നീയുടെ മാതാ ലോകത്തെ വിടുന്ന കാലത്ത് സുരഞ്ജനെ നിരഞ്ജടരത്തിലല്ലോ പ്രസവകാലത്ത് ദുരിതങ്ങളൊന്നും അനുഭവിച്ചില്ല. അതേ അത്ഭുതങ്ങൾ ഉണ്ടായി നോക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് പോവാണ്, നാളെ കാണാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.